ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിത ശൈലിക്കും രീതികൾക്കും ഇണങ്ങുന്നതായിരിക്കണം നമ്മുടെ വീടുകൾ. ഇത്തരത്തിൽ ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്ന മൈ ഹോമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആലുവയിലുള്ള മിസ്റ്റർ സലീമിൻ്റെയും ഷീബ സലീമിൻ്റെയും വീടിന് മുമ്പിലാണ്. തികച്ചും കണ്ടംപററി സ്റ്റൈലിൽ വൈറ്റ് ആൻഡ് ഗ്രേ കളർ സ്കീം യൂസ് ചെയ്താണ് ഈ വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോൺക്രീറ്റ് പർഗോള സ്റ്റൈലിൽ നിന്ന് വ്യത്യസ്തമായി GI പൈപ്സ് യൂസ് ചെയ്താണ് ഇതിന്റെ പർഗോള ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈനിന്റെ ഫ്ലോ ത്രൂ ഔട്ട് നമുക്ക് എലിവേഷനിന്റെ ഡിസൈനിൽ കാണാൻ കഴിയും. സാധാരണ നമ്മൾ ഗാർഡൻ അറേഞ്ച് ചെയ്യുമ്പോൾ വീടിൻ്റെ മുറ്റത്തിൻ്റെ ഒരു മേജർ പോർഷൻ അതിനുവേണ്ടി മാറ്റി വയ്ക്കാറുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കോമ്പൗണ്ട് വാളിനോട് ചേർന്നും അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൻ്റെ ഒരു പോർഷനുമാണ് ഗാർഡന് വേണ്ടി നീക്കി വയ്ക്കുന്നത്. ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് മുറ്റത്തിൻ്റെ സ്പേസ് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, അതുപോലെ തന്നെ ഒരു ഗ്രീനറി എഫക്റ്റുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ വീടിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറഞ്ഞു തരാൻ പാരഡൈം ലിവിങ് സ്പേസസിൻ്റെ CEO മിസ്റ്റർ അബ്ദുൽ നിയാസ് നമ്മോടൊപ്പം ഉണ്ട്. നമസ്കാരം സർ. നമ്മൾ പലപ്പോഴും വീട് വയ്ക്കുമ്പോൾ എലിവേഷനിൽ കാണുന്ന ഒരു സ്റ്റൈൽ ഉണ്ടാവുമല്ലോ, കണ്ടംപററി സ്റ്റൈലോ അല്ലെങ്കിൽ മറ്റേത് സ്റ്റൈലാണെങ്കിലും നമ്മളത് ഇൻറ്റീരിയറിലേക്ക് കടക്കുമ്പോൾ ആ ഒരു സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്യുന്നത് പലപ്പോഴും കാണാറില്ല. എന്നാൽ ഈ വീട് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എക്സ്റ്റീരിയറിൽ കാണുന്ന ആ ഒരു സ്റ്റൈൽ തന്നെയാണ് ഇൻറ്റീരിയർ ത്രൂ ഔട്ട് പോയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫർണിച്ചർ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ക്യൂരിയോസ് ആണെങ്കിലും എന്ത് ഡീറ്റെയിലിംഗ് ആണെങ്കിലും ആ കണ്ടംപററി സ്റ്റൈലിന് മാച്ച് ആവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും കീനായി ഒബ്സർവ് ചെയ്ത് തന്നെയാണോ ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? സാധാരണഗതിയിൽ ഇപ്പോൾ കേരളത്തിലെ ഒരു വളരെ പ്രചാരത്തിൽ വന്നിരിക്കുന്ന ഒരു രീതിയാണ് കണ്ടംപററി സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. നോർമലായിട്ടൊരു വീട് പണിയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പുറത്ത് ഒരു ബോക്സ് ടൈപ്പ് എലിവേഷൻ ആണ് കണ്ടംപററി എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അവർ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ പുറത്തെ എലിവേഷനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ഫർണിച്ചറും അതുപോലെ കബോർഡ് വർക്കും ഒരു കേരള ട്രഡീഷണൽ കാര്യം കൂടി കയറി വരുമ്പോൾ ഈ പുറത്ത് കാണുന്ന എലിവേഷൻ്റെ ഫ്ലോ നമുക്ക് അകത്തേക്ക് കിട്ടില്ല. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടംപററി ശൈലി തന്നെ എല്ലാ മേഖലകളിലും ഇൻറ്റീരിയറിലാണെങ്കിലും കബോർഡ്സ് ആണെങ്കിലും അതുപോലെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫർണിച്ചറും അതുപോലെ ഇവിടെ ഉള്ള കളറ് എല്ലാം വളരെ മിനിമലൈസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. കണ്ടംപററി എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ സ്പേസും അതുപോലെ തന്നെ ഒരു മിനിമലിസ്റ്റിക് അപ്രോച്ചിനെ ചെയ്യുന്ന രീതിയാണ് കണ്ടംപററി ആർക്കിടെക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വീടിൻ്റെ എലിവേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനായിട്ടും മൈൽഡ് ആയിട്ട് നമുക്ക് കണ്ണിന് സൂത്തിങ് ആയിട്ട് തോന്നുന്ന വൈറ്റ് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വൈറ്റ് കളറ് തന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ത്രൂ ഔട്ട് നമുക്കൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടുന്ന രീതിയിലാണ് നമ്മളിതിൻ്റെ ഓവറോൾ തീം വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ വീട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഡാർക്ക് കളേഴ്സൊക്കെ ഉപയോഗിക്കും.
പക്ഷേ ആദ്യം കാണുമ്പോൾ ഒരു വലിയ ഒരു ഇത് തോന്നുമെങ്കിലും ലോങ് റണ്ണിൽ ഈ സ്ഥിരമായിട്ട് ഈ കളറ് കാണുമ്പോൾ അതൊരു ബോറിങ് എഫക്റ്റിലേക്ക് വരും. ഇപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വീട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നാച്ചുറൽ സ്റ്റോണിൻ്റെ കുറച്ച് ക്ലാഡിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ ക്ലാഡിങ്ങും വൈറ്റ് ഗ്രേ കോമ്പിനേഷനാണ് ത്രൂ ഔട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ സ്പേസ് ഫീൽ ചെയ്യും, പിന്നെ ഓവറോൾ ഒരു നീറ്റായിട്ടുള്ള ഒരു അപ്പിയറൻസ് കിട്ടും. അപ്പോൾ വീട്ടിൻ്റെ പുറത്ത് നിന്ന് ഒരാൾ ഇതിനെ വീക്ഷിച്ചിട്ട് അകത്തേക്ക് കയറുമ്പോഴും അകവും പുറവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ തോന്നാത്ത രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് ഈ വീട്ടിൽ നമ്മൾ ചെയ്തേക്കുന്നത്. പല കളറുകൾ വരുമ്പോൾ ആ ആദ്യം കാണുന്ന ഒരു അട്രാക്ഷൻ അല്ലാതെ ലോങ് റണ്ണിൽ ആ വീട് കാണാൻ നമുക്ക് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് ഈ വൈറ്റ് കളറ് അല്ലെങ്കിൽ വൈറ്റിൻ്റെ ഗ്രേയുടെയും കോമ്പിനേഷൻ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ തീം ബേസ് ചെയ്തൊന്ന് പറയാമോ? ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു തീമാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തിരുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയർ വാൾസ് എല്ലാം വൈറ്റ് കളർ പോയി. ഫ്ലോറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ടൈലാണ്, ഗ്രീൻ ടോണിലുള്ള ഒരു ടൈലാണ് നമ്മളിത് ഉപയോഗിച്ചിരിക്കുന്നത്. കബോർഡിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കബോർഡിൻ്റെ ഷട്ടേഴ്സൊക്കെ നമ്മൾ ലാക്കോഡ് ഗ്ലാസും മിററും കൂടി ഉള്ള ഒരു കോമ്പിനേഷനാണ് വർക്ക് ചെയ്തേക്കുന്നത്. കിച്ചണിലാണെങ്കിൽ എൻ്റയർ കിച്ചൺ വളരെ വൈറ്റ് അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടി വൈറ്റ് ലാക്കോഡ് ഗ്ലാസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലെ ഫർണിച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻറ്റീരിയറിൻ്റെ തീമിന് വർക്കൗട്ട് ആവുന്ന അല്ലെങ്കിൽ സ്പേസിന് ഒരു തടസ്സം വരാത്ത രീതിയിൽ നമ്മൾ തന്നെ ഈ റൂം സ്പേസിന് അനുസൃതമായിട്ട് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത ഫർണിച്ചേഴ്സാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ ബെഡ്റൂമിലാണെങ്കിൽ കണ്ടറിയാൻ പറ്റും. നമ്മൾ ആ ബെഡ്റൂമിൻ്റെ സൈസിന് കണക്കാക്കിയിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായ കോട്ടുകളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മിനിമലിസ്റ്റിക്, കാരണം കുത്തി നിറച്ചിടുന്ന ഒരു രീതിയാണ്. അതായത് എത്രത്തോളം ഫർണിച്ചർ വീട്ടിലേക്ക് കയറ്റാവുന്നോ അത്രയും ഫർണിച്ചർ എന്ന രീതിയാണ് നമ്മൾ സാധാരണ കാണുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഡിഫൈൻഡ് സ്പേസിൽ മാത്രം ആവശ്യത്തിനുള്ള ഫർണിച്ചർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ആ ഫർണിച്ചർ ആണെങ്കിലും യുണീക്കായിട്ട് നമ്മളിപ്പോൾ എല്ലായിടത്തും കാണാത്ത രീതിയിലുള്ള ഫർണിച്ചർ ഇതിന് വേണ്ടി, ഈ വീടിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് ആ ഓരോ ഡിഫൈൻഡ് സ്പേസിൽ, ഇപ്പോൾ ലിവിങ് റൂമിലാണെങ്കിൽ ആ ലിവിങ് റൂമിന് ആവശ്യമായ ഫർണിച്ചറാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഡൈനിങ് റൂമിൽ അതുപോലെ തന്നെ. പിന്നെ ഡൈനിങ് റൂമിനോട് ചേർന്ന് ലേഡീസിന് ഇരിക്കാനായിട്ടൊരു ലേഡീ സിറ്റിംഗ് ഏരിയ ഉണ്ട്. അവിടെയാണ് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ്, അതായത് ടി വി ഒക്കെ വെച്ച് ടി വി ഇൻബിൽറ്റായിട്ട് തോന്നുന്ന രീതിയിലാണ് നമ്മൾ ആ ലേഡീസ് സിറ്റിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പുറത്ത് നിന്ന് ഒരു വെർട്ടിക്കൽ ഗാർഡൻ കൊടുത്തേക്കുന്നത് കൊണ്ട് ഈ വരുന്ന ആളുകൾക്ക് ഒരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു അപ്പിയറൻസും അതുപോലെ തന്നെ മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന രീതിയിലുള്ള ഒരു വെർട്ടിക്കൽ ഗാർഡനും നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വെർട്ടിക്കൽ ഗാർഡൻ എന്നുള്ളത് ക്ലയൻസ് ആവശ്യപ്പെട്ടിരുന്നതാണോ? ക്ലയൻറ്റ് ആവശ്യപ്പെട്ടില്ല. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ക്ലയൻറ്റിന് നല്ലൊരു വീട് വേണം എന്നുള്ള ആഗ്രഹം മാത്രമേ നമ്മളോട് പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ ഈ ഫുള്ളായിട്ടൊരു ഫ്രീഡം തന്നതുകൊണ്ട് ഈ വീടിന് അനുസൃതമായ രീതിയിൽ പല കാര്യങ്ങളും നമുക്ക് ഒരു തടസ്സമില്ലാതെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന് നല്ലൊരു സപ്പോർട്ട് ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. സാധാരണ നമ്മൾ പല വീടുകളിലും ഫ്രണ്ടിലൊക്കെ ആയിരിക്കും, ഇപ്പോൾ ഒരു സിറ്റ് ഔട്ട് എന്ന രീതിയിലായിരിക്കും ഇതുപോലുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ നടത്താറുള്ളത്. എന്നാൽ ഇവിടെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു വെർട്ടിക്കൽ ഗാർഡനൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇതൊരു ഡിഫറെൻറ്റ് തോട്ട് തന്നെയാണ്. അതിൽ ഈ വീടിൻ്റെ ഏറ്റവും ഹാർട്ടായിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് ഡൈനിങ് ടു ഫോർമൽ ലിവിങ് ഏരിയയാണ്. അപ്പോൾ ഈ വീട് ചെയ്തപ്പോൾ തന്നെ ലിവിങ് ടു ഡൈനിങ് സെപ്പറേഷൻ കൂടാതെ ഒരു സ്ലൈഡിങ് ഡോറ് ഒരു പാഷിയോയിലേക്ക് കടക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ കൂടുതൽ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഈ 2 സ്ലൈഡിങ് ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ വിശാലമായ ഒരു ഏരിയ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു പാർട്ടി അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് നമുക്ക് ഒരു ഇത് നടക്കുമ്പോൾ ഈ വരുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ആ വെർട്ടിക്കൽ ഗാർഡൻ അവിടെ സെറ്റ് ചെയ്യാനുണ്ടായ കാരണം. ഫ്രണ്ടിലാവുമ്പോൾ ആൾ നടന്നു വരുമ്പോൾ നമുക്ക് ഓൾറെഡി ഫ്രണ്ടിൽ നല്ല രീതിയിൽ നമ്മൾ ഗ്രീനറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതവിടെ ബ്രേക്കായി പോകും. അപ്പോൾ ആ കണ്ടിന്യൂറ്റിക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ആ കോമ്പൗണ്ട് വാളിൽ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ അവിടെ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ അത് വരുന്ന ഗസ്റ്റുകൾക്കും അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കും ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ആ സ്ലൈഡിങ് ഡോർ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവും. അത് ഒരു നല്ല അനുഭൂതിയാണ് എല്ലാവർക്കും കിട്ടുക. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് തോന്നിയത്
നമ്മൾ പൊതുവേ പർഗോള എന്ന് പറയുമ്പോൾ ഒരു കോൺക്രീറ്റഡ് ആയിട്ടൊക്കെയാണ് കാണാറുള്ളത്. എന്നാൽ ഇവിടെ കാണുന്നത് നമ്മൾ പൈപ്പ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് എടുത്തതാണോ അതോ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടാണോ? തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഏത് വീട്ടിൽ ചെന്നാലും ഒരു കണ്ടംപററി എന്ന് പറയുമ്പോൾ അതിലൊരു പർഗോള വേണം എന്നുള്ള ഒരു രീതിയിലാണ് കൺസ്ട്രക്ഷനൊക്കെ പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ ഈ എലിവേഷൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ജിമിക്ക് പണികളൊന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീടിന് ഒരു സ്റ്റോൺ ക്ലാഡിങ് കൂടാതെ അടുത്ത നമ്മൾ കൺസിഡർ ചെയ്ത ഒരു ഫാക്ടറാണ് ഈ GI പൈപ്പ് വെച്ചിട്ട് പർഗോള സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും ഒരു ഭാഗത്തല്ലാതെ വീടിൻ്റെ ഫ്രണ്ടിലെ എല്ലാ ഭാഗത്തും, അതായത് കാർ പോർച്ച് തുടങ്ങിയാൽ സിറ്റ് ഔട്ട് കടന്ന് മറ്റേ എൻഡിൽ പോയി മുകളിലെ ബാൽക്കണിയിൽ വരെ നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ എല്ലായിടത്തും കൂടി വരുമ്പോൾ ആ വീടിന് ഒരു പ്രത്യേകത കിട്ടാൻ വേണ്ടി തന്നെ നമ്മൾ ചെയ്തതാണ്. അതുപോലെ തന്നെയാണ് ഈ സ്റ്റോൺ ക്ലാഡിങ് ചെയ്തത്. ആ സ്റ്റോൺ ക്ലാഡിങ് കോമ്പൗണ്ട് വാളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഈ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഇങ്ങനെ എല്ലാ ഭാഗത്തും കൂടി വരുമ്പോൾ അതൊരു കോമൺ എലമെൻ്റായിട്ട് മാറും. മൊത്തത്തിൽ കാഴ്ചക്ക് ഒരു ഭംഗി ഉണ്ടാവുകയും ചെയ്യും. എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ഇപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ നമ്മൾ കാണുന്ന ഈ പാർട്ടീഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സ്ലൈഡിംഗ് ഡോറാണ്. അപ്പോൾ പൊതുവേ നമ്മൾ ഫോർമൽ ലിവിങ് സ്പേസ് എന്ന് പറയുമ്പോൾ വീട്ടിലെ അംഗങ്ങൾക്ക് പ്രൈവസി ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ ഈ ഒരു ഡോർ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആവശ്യത്തിന് പ്രൈവസി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഓപ്പൺ ആക്കി ഇടുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ എങ്ങനെയാണ്? അത് ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഗസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഗസ്റ്റ് ഇരിക്കുമ്പോൾ അവരുടെ മൂവ്മെൻറ്റിനൊന്നും ഒരു തടസ്സം ഉണ്ടാവരുതെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇഷ്ടിക വെച്ചോ അല്ലെങ്കിൽ ഒരു വാൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വോൾ എപ്പോഴും പെർമനൻ്റായിട്ട് അവിടെ ഇരിക്കുമ്പോൾ മൂവ്മെൻറ്റിനൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ മൂവ്മെൻറ്റിനൊക്കെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ ആലോചിച്ചിട്ടാണ് ടീക്ക് വുഡ്, പ്ലൈവുഡ്, അതുപോലെ തന്നെ പ്ലൈവുഡിൻ്റെ 2 സൈഡിലും ഗ്ലാസ് സാൻഡ്വിച്ച് ചെയ്തേക്കാണ്. ഈ ഗ്ലാസ് സാൻഡ്വിച്ച് ചെയ്തതിന് ശേഷം CNC കട്ട് ചെയ്തിട്ട് മൾട്ടിവുഡ് വീണ്ടും അതിലേക്ക് നമ്മൾ ഒട്ടിച്ചത് കൊണ്ട് അത് നമ്മൾ കാണുമ്പോൾ തന്നെ ഇതെന്താണ് എന്നുള്ളൊരു ആശയം അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി കാണുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്രൈവസി ഇല്ലാത്ത സമയത്ത് ഓപ്പണായിട്ട് ഇടണമെങ്കിൽ ഈ സ്ലൈഡിംഗ് ഡോറ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നീക്കിയിട്ടാൽ ലിവിങ് ഡൈനിങ് വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഒരു ഹോളിൻ്റെ പ്രതീതി കിട്ടുന്ന രീതിയിൽ ചെയ്ത് അല്ലെങ്കിൽ കിട്ടാവുന്ന രീതിയിലാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ സ്ലൈഡിംഗ് ഡോറിനെ സംബന്ധിച്ചിടത്തോളം അത് ഫുള്ളായിട്ട് ഷട്ട് ഡൗൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് സ്പേസ് അവിടെ ഉണ്ടെന്ന് തോന്നുക പോലുമില്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ നമ്മളൊരു ബ്യൂട്ടിഫൈ ചെയ്യാൻ, അതായത് ആ വോളൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തു വച്ചിരിക്കുന്ന ഒരു പാർട്ടീഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതായിട്ടാണ്, ഒരു വർക്കായിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് തോന്നുള്ളൂ. പക്ഷെ നമ്മൾ ഈ സാധനം സ്ലൈഡ് ചെയ്ത് വെച്ചാലാണ് ഇതൊരു മൂവ്മെൻറ്റ് സ്പേസും കൂടി ഇതിലുണ്ട്, അല്ലെങ്കിൽ ആ ഏരിയയും കൂടി നമുക്ക് ഒന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തേക്കണേന്നുള്ളത് അത് മൂവ് ചെയ്ത് കഴിയുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പകൽ സമയത്താണെങ്കിൽ ഇവിടെ ലൈറ്റ്സിൻ്റെ ആവശ്യം തന്നെ ഇല്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നാച്ചുറൽ ലൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിരുന്നത്? ആ നാച്ചുറൽ ലൈറ്റ് കടന്നു വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വിൻഡോസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ വിൻഡോസ് തന്നെ നമ്മൾ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ആ ടീക്ക് വുഡിൻ്റെ വിൻഡോസ് പ്രൊപ്പോർഷനേറ്റ് ചെയ്ത് എലിവേഷന് ബോറല്ലാത്ത രീതിയിൽ, ആ എലിവേഷന് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ എല്ലാ മുറികളിലും ക്രോസ് വെൻറ്റിലേഷൻ വരാവുന്ന രീതിയിലുള്ള ജോയിനറീസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലൈറ്റ് മാക്സിമം വീടിൻ്റെ അകത്തേക്ക് വരാനും അതുപോലെ തന്നെ ഹോട്ട് എയർ പുറത്തേക്ക് പോകാവുന്ന രീതിയിലുള്ള ഒരു ജോയിനറി അല്ലെങ്കിൽ ഓപ്പണിങ്സ് വിൻഡോ ഷെഡ്യൂളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പകൽ സമയത്ത് ഈ നാച്ചുറൽ ലൈറ്റ് അകത്തേക്ക് വരുമ്പോൾ വീട്ടിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിനൊന്നും ഒരാവശ്യം വരില്ല. രാത്രി സമയത്ത് മാത്രം കറണ്ടിൻ്റെ ആവശ്യം വരുള്ളൂ. അപ്പോൾ ഈ എയർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ ഇതിൻ്റെ അകത്തെ ടെമ്പറേച്ചർ വരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ ഇൻറ്റീരിയറിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ വീട്ടിലെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ ഈ വീട്ടിലെ കുടുംബാംഗങ്ങളായ സലീമും ഷീബ സലീമും മക്കളും നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. മോളുടെ പേരെന്താ? നസ്മ. ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്? മോളോ? നമ്രീൻ. നമ്രീൻ.
മോൻ്റെ പേരെന്താ? നബ്ഹാൻ സലീം. ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്? UKGയിലാണോ പഠിക്കുന്നത്? ഫോർമൽ ലിവിങ് സ്പേസിൽ നിന്ന് ഇങ്ങോട്ട് കടക്കുമ്പോൾ ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് തോന്നുന്നത്. അപ്പോൾ കാരണം എല്ലാ റൂംസിലേക്കുള്ള ആക്സസ് ഇവിടെ നിന്നാണ്. ഇപ്പോൾ സ്റ്റെയർ കേസ് ആണെങ്കിലും അതുപോലെ വെർട്ടിക്കൽ ഗാർഡൻ ആണെങ്കിലും എല്ലാം ഈ ഒരു ഏരിയയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീട് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ശരിക്കുള്ളൊരു കൺസെപ്റ്റ്? വീട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓപ്പൺ സ്പേസ് ഇങ്ങനെ കൂടണം എന്നുള്ളതായിരുന്നു. ഇങ്ങനെ കൺജക്ഷൻ ഫീൽ ചെയ്യണ മാതിരി തോന്നരുത്. ഇപ്പോൾ രാവിലെ ആണെങ്കിലും ലൈറ്റ് ഇട്ടില്ലെങ്കിൽ തന്നെ തന്നെ ഭയങ്കര വെളിച്ചം. രാവിലെ ഇടാറില്ല ഇവിടെ, പൊതുവെ കുറവാണ് ലൈറ്റിങ്. ഈ വെളിച്ചം പുറത്തുള്ള വെളിച്ചമുണ്ട്. പിന്നെ ഒരു സെപ്പറേഷൻ നമുക്ക് ആവശ്യമായിരുന്നു. കാരണം അവിടെ ഒരു ഗസ്റ്റ് പറയുന്നത് തന്നെ ഇവിടുത്തെ ലേഡീസിന് മൂവ്മെൻറ്റ് അവിടെ നിന്ന് കാണയില്ല. അങ്ങനെയുള്ള കുറച്ച് കൺസെപ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഫ്രണ്ട് ആയ നിയാസിനോട് പറഞ്ഞിട്ട്, നിയാസാണ് ഇതിൻ്റെ ഒരു ഓവറോൾ സൂപ്പർവിഷൻ നടത്തിയ ആൾ. നിയാസിൻ്റെ സൂപ്പർവിഷൻ തന്നെയാണ് ഇത് നീങ്ങിയേക്കുന്നത്. പിന്നെ എൻ്റെ കുറച്ച് ചെറിയ ഐഡിയകളും, എനിക്ക് കാര്യം ഐഡിയകളൊന്നുമില്ല എങ്കിൽ കൂടി അങ്ങനെ എല്ലാവരും ഒരു കൂട്ടായ്മയായിട്ടുള്ളൊരു സംരംഭമാണ്. കൂടുതലും ഞങ്ങൾ സമയം ചിലവഴിക്കുന്നത് തന്നെ ഇവിടെ ഈ ഏരിയയിലാണ്, ഈ ഫാമിലി ലിവിങ് റൂമിൽ. മെയിൻ ലിവിങ് റൂമിൽ തന്നെ ഗസ്റ്റ് വന്നാലാണ് കൂടുതൽ അവിടെ ഇരിക്കാറുള്ളത്. അവിടെ ഇരിക്കാറില്ല, ഞങ്ങൾ ഇരിക്കാറില്ല. കൂടുതലും സമയം ചിലവഴിക്കുന്നത് ഈ ഫാമിലി ലിവിങ്, TV കാണുന്നതായാലും പിന്നെ ഇവിടെ തന്നെ കിച്ചണിലേക്ക് ഉള്ള കാണാനും വിളിക്കാനും ഒക്കെ സൗകര്യം ഇവിടെ തന്നെയാണ്. ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഗാർഡനാണ്. നമുക്ക് ഇവിടെ ഇരുന്നാലും അങ്ങോട്ട് കാണുന്ന രീതിയിൽ അതൊരു സ്ലൈഡിങ് ഡോർസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ നമ്മൾ അവിടെ വെക്കാനല്ല, അത് കോമ്പൗണ്ട് വാളിൻ്റെ സൈഡിൽ വെക്കാനായിരുന്നില്ല. ഈ ഒരു അവിടെ ഒരു വാളിൽ വെക്കാന്നുള്ള പരിപാടിയായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു എക്സ്പേർട്ട് ഒരാൾ, അബ്ദുൽ കലാം എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടൊന്ന് അദ്ദേഹത്തെ കൊണ്ട് കാണിച്ചപ്പോൾ അവിടെ വേണ്ട, ഈ കോമ്പൗണ്ട് വാളിൽ വന്നു. അങ്ങനെ ആ ഒരു ഏരിയ നമ്മൾ അത് ഈ വെർട്ടിക്കൽ ഗാർഡന് വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ ഈ വെർട്ടിക്കൽ ഗാർഡന് പ്രത്യേകം മെയിൻ്റനൻസ് ഒക്കെ ഉണ്ടോ? രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കും. പിന്നെ വൈകിട്ട് ഞങ്ങൾ അവിടെ ഈവനിങ്ങിൽ കൂടുതൽ അവിടെ ഇരിക്കാറുണ്ട്. മക്കളെ കൂടെ ഇരിക്കാറുണ്ട്. അപ്പോൾ അധികം ഇതുള്ള പണിയല്ല. വൈകിട്ട് നനച്ചു കൊടുക്കണം, അതാണ് കൂടുതലായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ ഗാർഡനറൊക്കെ വരാറുണ്ടോ? വരാറുണ്ട്, ഒരാൾ വരാറുണ്ട്. വളമൊക്കെ ചെയ്ത് കൊടുക്കും. പിന്നെ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപ്പർ ലിവിങ് സ്പേസ് ആണ്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴേക്കും ഒരു വ്യൂ കിട്ടും. അതുപോലെ താഴെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ബെഡ്റൂംസിലേക്കും, മുകളിലുള്ള എല്ലാ ബെഡ്റൂംസിലേക്കും ഒരു വിളി കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എങ്ങനെയായിരുന്നു? അങ്ങനെ ഒരു കൺസെപ്റ്റ് തുടക്കത്തിൽ ഉണ്ടായില്ല. പക്ഷേ വർക്ക് ചെയ്ത് ഫിനിഷ് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഉപയോഗം മനസ്സിലായത്. കാരണം താഴെ നിന്ന് കുട്ടികൾ മുകളിലായിരിക്കും കൂടുതൽ TV ഒക്കെ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് കുട്ടികളിൽ വിളിച്ചാൽ തന്നെ എവിടെ നിന്ന് അറിയാൻ പറ്റും. മറ്റൊന്ന് വെച്ചാൽ ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യാറ്. ഇതങ്ങനെ ഫീൽ ചെയ്യാറില്ല. കാരണം താഴെ നിന്ന് മുകളിലേക്ക് കാണാൻ കുട്ടികൾ എവിടെയാണ് ബെഡ്റൂമിലാണെങ്കിലും പെട്ടെന്ന് വിളിച്ച വിളി കേൾക്കും. അതിൻ്റെ കൂടുതലും ഉപയോഗം വരുന്നത് ചേച്ചിക്കായിരിക്കും. താഴെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, കുട്ടികൾ എവിടെയാണെന്നുള്ളത് അറിയാൻ പറ്റും. കിച്ചണിലാണെങ്കിൽ കൂടിയും മക്കളെ ഒന്ന് വിളിച്ചാൽ മതി. വിളിച്ചാൽ തന്നെ സൗണ്ട് കേൾക്കുമ്പോൾ എവിടെ ഏത് റൂമിലാണെന്നൊക്കെ അറിയാം. കിച്ചൺ നോക്കുമ്പോൾ ഒരു ഫുൾ വൈറ്റ് കളർ സ്കീമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചേച്ചിക്ക് അവിടെ ക്ലീനിങ്ങിലാണെങ്കിലും മറ്റേ ബുദ്ധിമുട്ട് വന്നാറുണ്ടോ? ഇല്ലില്ല, വൈറ്റ് കളർ ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിയൊക്കെ ഇരിക്കുന്നത് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുമല്ലോ. വൈറ്റ് ഇങ്ങനെ വേണമെന്നാ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞോണ്ട് അത് പ്രകാരം ചെയ്തു. ചേച്ചി തന്നെ പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു കളർ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി. വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പുതിയ ആശയങ്ങളും അറിവുകളുമായി മൈ ഹോം വീണ്ടും അടുത്തയാഴ്ച.